ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ മാസ്റ്റർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലെ ബോഡി കവർ മാറാനും അതുപോലെ കാർബറേറ്റർ നയിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാക്ക് കിടക്കുന്ന ബ്രേക്ക് നമ്മൾ കഴിഞ്ഞ സർവീസിന് മാറ്റിയതാണ്. ബ്രേക്സൊക്കെ പുതിയ ബ്രേക്സാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് കൃത്യമായിട്ട് ബ്രേക്ക് കിട്ടാത്തതിൻ്റെ കംപ്ലൈൻറ്റ് കാരണം ഇത് ബാക്ക് വീലിൻ്റെ ഈ ഹബിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനമുണ്ട് ഈ ബാക്ക് വീലിൻ്റെ ഈ ഹബിന്. ഈ ബാക്ക് വീലിൻ്റെ ഈ ഹബും അതുപോലെ ഈ ബ്രേക്കിൻ്റെ കേബിളും ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിളും മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ആ ബ്രേക്ക് ക്ലിയർ ആകുന്നത്. ഇപ്പോൾ അത് രണ്ടും മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആകുന്നത്. അതായത് നമ്മളിപ്പോൾ അതിൽ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാർബറേറ്ററിന് ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാർബറേറ്ററിൻ്റെ ഉള്ളിൽ സ്ലോ സ്പീഡ് റണ്ണിങ്ങിലൊക്കെ ഓഫായി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നതെങ്കിൽ ഒരു സ്ലോ ജെറ്റിൻ്റെ കംപ്ലൈൻറ്റാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കിയിട്ട് ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അതുപോലെ ഈ ബോഡി കവർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പൊട്ടിയത്. അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റി ക്ലിയർ ചെയ്യാം. പിന്നെ സീറ്റ് കവർ, വാട്ടർ സർവീസ്, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം. അതിൽ ഹബ്ബ് നമ്മുടെ കയ്യിൽ കൂട്ടുന്നില്ല. ഹബ്ബും അതിന് ബാക്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടുന്നില്ല. ഇതിപ്പോൾ നമുക്ക് ഐറ്റം സ്റ്റോക്കില്ല. ഇപ്പോൾ തൽക്കാലം ബ്രേക്ക് നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് കൂടി നോക്കിയിട്ടൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ.